കേരളത്തിൻ്റെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുമ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിലുള്ള കേരള പോലീസ് സുജിത്ത് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനെ 29 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരനെ മൃഗീയമായി തല്ലിച്ചതച്ചു എന്ന് നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും. ആ മൃഗീയമായ പോലീസ് മർദ്ദനത്തിൻ്റെ ദൃശ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം കേരളം കണ്ടത്. സർ, എന്താണ് നടന്നത്? 2023 ഏപ്രിൽ 6-നാണ് സംഭവം. രാത്രി വൈകി റോഡരികിൽ തൃശ്ശൂർ പൂരത്തിൻ്റെ വീഡിയോ കണ്ടിരുന്ന സുഹൃത്തുക്കളെ ഏതാനും ചിലരുമായിട്ട് പോലീസ് ഒരു തർക്കത്തിൽ ഏർപ്പെടുകയാണ്. സ്വാഭാവികമായും ഒരു പൊതുപ്രവർത്തനം എന്ന നിലയിൽ അവർ സുജിത്തിനെ വിളിക്കുകയും സുജിത്ത് അവിടെ സ്ഥലത്തെത്തുകയുമാണ്. സർ, അദ്ദേഹം വിചാരിച്ചത് പ്രധാനമന്ത്രിയെയും മുഖ്യമന്ത്രിമാരെയും മന്ത്രിമാരെയും ഒക്കെ ചോദ്യം ചെയ്യാൻ അവകാശമുള്ള ഒരു ജനാധിപത്യ രാജ്യത്തിൽ നികുതി പണത്തിൽ നിന്ന് ശമ്പളം മേടിക്കുന്ന പോലീസുകാരെ ചോദ്യം ചെയ്യാനുള്ള അവകാശമുണ്ട് എന്ന് ആ പാവം തെറ്റിദ്ധരിച്ചു പോയി. അതിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം ചോദ്യം ചെയ്തപ്പോൾ, നീ ആരാടാ ഇത് ചോദിക്കാനെന്ന് പോലീസ്, യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡൻ്റാണ്, ക്ലബിൻ്റെ പ്രസിഡൻ്റാണ് എന്നൊക്കെ പറഞ്ഞു. നീ അധികം നേതാവ് കളിക്കണ്ട എന്ന് പറഞ്ഞ് സുജിത്തിൻ്റെ തോളിൽ കയറി പിടിക്കുന്ന പോലീസുകാരൻ. സർ, രാജഭരണകാലത്തെ രാജാവിൻ്റെ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്ത പടയാളികളാണ് ഈ പോലീസുകാർ, ഈ യൂണിഫോം ഇട്ട ആളുകളെന്ന് ഈ പാവപ്പെട്ട സുജിത്ത് കരുതിയില്ല. സർ, ആ സുജിത്ത് പറഞ്ഞു, ദേഹത്ത് തൊട്ട് കളിക്കേണ്ട, കാര്യങ്ങൾ പറഞ്ഞാൽ മനസ്സിലാകുമെന്ന് പറഞ്ഞു. ഉടനെ ഈ പോലീസുകാരൻ സുജിത്തിനെ ബലമായി വണ്ടിയിൽ പിടിച്ചു കയറ്റി വണ്ടിയിലിട്ട് മർദ്ദിക്കുകയാണ്. സ്റ്റേഷനിലേക്ക് ശരിയാക്കി തരാമെന്ന് പറഞ്ഞ് സ്റ്റേഷൻ വരെ മർദ്ദിച്ചതിന് ശേഷം സ്റ്റേഷനിൽ കൊണ്ടുപോയി സ്റ്റേഷനകത്ത് ചെന്ന് ക്രൂരമായി മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കാണുകയായി. സർ, സുജിത്തിൻ്റെ വാക്കുകളിൽ ആദ്യത്തെ അടിയിൽ തന്നെ ബോധം പോകുന്നത് പോലെയായി. ചെവിയിലായിരുന്നു ആദ്യത്തെ അടി, ആ അടിയിലാണ് കർണപടം പൊട്ടിയത്. സർ, അതിനുശേഷം എന്താ നടന്നത്? CCTV ദൃശ്യങ്ങൾക്ക് മുമ്പിൽ നടന്നിട്ടുള്ള ആ മർദ്ദനങ്ങളുടെ ദൃശ്യങ്ങൾ നമ്മളെല്ലാവരും കണ്ടതാണ്. സർ, അതിനുശേഷം CCTV പതിയാത്ത ഭാഗത്തേക്ക് സുജിത്തിനെ കൊണ്ടുപോയി അവിടെ വെച്ച് ക്രൂരമായ മർദ്ദനത്തിന് സുജിത്ത് വീണ്ടും വിധേയമായി. 5 പേര് കൂട്ടമായി മർദ്ദിക്കുകയാണ്. നിലത്ത് ഭിത്തിയിൽ ചാരിയിരിക്കാൻ ആവശ്യപ്പെട്ടു. കാല് നീട്ടിവെപ്പിച്ച് കാലിൻ്റെ അടിയിൽ 15 തവണ അടിച്ച ശേഷം എഴുന്നേറ്റ് നിന്ന് ചാടാൻ പറഞ്ഞു. സർ, എഴുന്നേറ്റ് നിന്ന് ചാടാൻ പറഞ്ഞു. 3 തവണ ഇത് ആവർത്തിച്ചു. വെള്ളം ചോദിച്ചപ്പോൾ വെള്ളം പോലും കൊടുക്കാൻ തയ്യാറായിട്ടില്ല. സർ, അങ്ങനെ 45-ലധികം തവണയാണ് ഈ സുജിത്തിനെ ആ പോലീസ് സ്റ്റേഷനിലകത്തിരുത്തി ഈ 5 പോലീസുകാരും മൃഗീയമായി മർദ്ദിച്ചത്. സർ, ഇതെല്ലാം പോരാഞ്ഞിട്ട് സുജിത്തിൻ്റെ മേൽ കള്ളക്കേസ് കെട്ടിവെച്ച് ജയിലിൽ അടയ്ക്കാനും ഈ പോലീസ് ഗൂഢാലോചന നടത്തിയ ക്രിമിനൽ സംഘമായി മാറി. സർ, ഇത് നീതിബോധമുള്ള ഒരു ന്യായാധിപൻ CRPC 202 അനുസരിച്ച് കേസെടുത്തതുകൊണ്ടും സുജിത്തും വർഗീസ് ചേട്ടനും ഉൾപ്പെടെയുള്ള ആളുകളുടെ നിരന്തരമായ നിയമ പോരാട്ടം നടത്തിയത് ഒന്നുകൊണ്ടും മാത്രമാണ് ഈ കേസ് ഇന്ന് പുറം ലോകം അറിഞ്ഞത്, ഈ വിഷയം ഇന്ന് പുറം ലോകം അറിഞ്ഞത്. സർ, ആഭ്യന്തര വകുപ്പും പോലീസുമൊക്കെ എന്ത് നടപടിയാണ് സാർ എടുത്തത് ഈ വിഷയത്തിൽ? സസ്പെൻഡ് ചെയ്ത് മാതൃക കാണിച്ചു എന്ന് ദയവ് ചെയ്ത് പറയരുത്. കാരണം ഈ വിഷയത്തിൽ പോലീസിന് ആത്മാർത്ഥത ഉണ്ടായിരുന്നുവെങ്കിൽ ഇത് പോലീസിൻ്റെ ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറിയിൽ പോലീസിന് ബോധ്യപ്പെട്ടിട്ടുള്ള കാര്യമാണ്. ഈ ദൃശ്യങ്ങൾ ഉൾപ്പെടെ പോലീസിൻ്റെ മേലാളന്മാർ ഡിപ്പാർട്ട്മെൻ്റൽ എൻക്വയറിയുടെ ഭാഗമായിട്ട് കണ്ടിട്ടുണ്ടാവണമല്ലോ. അപ്പോഴൊന്നും ഇവർക്കെതിരെ ഒരു നടപടിയും എടുക്കുവാനായിട്ട് പോലീസ് തയ്യാറായിട്ടില്ല. ഈ ക്രൂരമായ മർദ്ദനത്തിൻ്റെ വീഡിയോ അത് പുറം ലോകം കണ്ടതിൻ്റെ ജാള്യത മറയ്ക്കാൻ വേണ്ടി മാത്രമാണ് ഇപ്പോൾ സസ്പെൻഷൻ എന്ന പേരിൽ ഒരു നടപടി എടുത്തിരിക്കുന്നത്. സർ, എന്ത് നടപടിയാണ് പോലീസ് ആദ്യം സ്വീകരിച്ചത്? ഇവരെ സ്ഥലം മാറ്റിയെന്നാണ് പറയുന്നത്. സർ, ട്രാൻസ്ഫർ ഒരു പണിഷ്മെൻ്റ് ആണോ? കുന്നക്കുളം സ്റ്റേഷൻ്റെ അതിർത്തി പങ്കിടുന്ന ഒരു പോലീസ് സ്റ്റേഷനിലേക്ക് ട്രാൻസ്ഫർ ചെയ്തിട്ട് പറയുകയാണ് ഡിപ്പാർട്ട്മെൻ്റൽ നടപടി എടുത്തിരുന്നു എന്ന്. സർ, സെക്രട്ടേറിയറ്റിൻ്റെ 1-ാമത്തെ നിലയിൽ നിന്ന് 2-ാമത്തെ നിലയിലേക്ക് ട്രാൻസ്ഫർ ചെയ്തു എന്ന് പറയുന്നത് പോലെ ഉള്ള നടപടിയാണ് പോലീസ് സ്വീകരിച്ചത്. ഈ ദൃശ്യങ്ങൾ, ഈ ക്രൂരമായ ദൃശ്യങ്ങൾ, മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ പുറത്തു വന്നതിന് ശേഷമാണ് ഇപ്പോൾ പോലീസ് ഇതിനകത്ത് എന്തെങ്കിലും നടപടി എടുക്കുവാനായിട്ട് ഇപ്പോൾ തയ്യാറാവുന്നത്. സർ, കേരള പോലീസ് നിയമത്തിലെ സെക്ഷൻ 86(1)(c) പ്രകാരം no person shall be eligible for appointment as a police officer or shall have the right to continue in employment as a police officer if that person is found mentally, physically or behaviorally unfit for carrying out the duties of police. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, പോലീസ് ക്ലബിലെ പഞ്ചിങ് ബാഗിൽ ഇടിക്കുന്ന ലാഘവത്തോടുകൂടി മജ്ജയും മാംസവുമുള്ള സുജിത്ത് എന്ന ചെറുപ്പക്കാരൻ്റെ ശരീരത്തിൽ ക്രൂരമായി മർദ്ദിച്ച SI നൂമാൻ, CPOമാരായ സജീവൻ, സന്ദീപ്, ശശിധരൻ, ഈ പോലീസുകാർ കേരളത്തിലെ മുഴുവൻ പോലീസ് സേനയ്ക്കും അപമാനമാണ് എന്ന് മാത്രമല്ല, they are completely unfit to carry out their duties as police officers. അതുകൊണ്ട് ഒരു നിമിഷം വൈകാതെ
ഈ പോലീസ് ഉദ്യോഗസ്ഥരെ കേരള പോലീസിൽ നിന്നും നീക്കം ചെയ്യാനായിട്ടുള്ള നടപടി സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി സ്വീകരിക്കണമെന്നാണ് എനിക്ക് പറയുവാനുള്ളത്. എന്നിട്ട് ഇവർ ചെയ്തത് എന്താണ് സാർ? ഇവർ ചെയ്തത് ഈ CCTV ദൃശ്യങ്ങൾ പുറത്തു കൊടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള എല്ലാ പണിയും എടുക്കുകയാണ്. ഈ കേസിന്റെ കാലയളവിനുള്ളിൽ അത് പണം കൊടുത്ത് സുജിത്തിന് 20 ലക്ഷം രൂപ വരെ കൊടുത്ത് ഈ കേസ് ഒതുക്കി തീർക്കാനുള്ള ശ്രമം ഈ പോലീസുകാർ നടത്തുകയാണ്. എന്തൊരു നാണക്കേടാണ് സാർ കേരളത്തിലെ പോലീസ് ഇവിടെ ഈ കുന്നംകുളം സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഉണ്ടായിരിക്കുന്നത്. നമുക്ക് മനസാക്ഷിയുള്ള ആളുകൾക്ക് കണ്ടു നിൽക്കാൻ സാധിക്കുന്ന തരത്തിലുള്ള അക്രമമാണ് അവിടെ നടന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞില്ലേ 5 പോലീസുകാർ അദ്ദേഹത്തെ മർദ്ദിച്ചുവെന്ന്. അതേ 5 പോലീസുകാർ അതേ രീതിയിൽ തന്നെ അദ്ദേഹം മുഖ്യമന്ത്രിയായിരിക്കുമ്പോൾ ആഭ്യന്തര വകുപ്പ് കൈയാളുമ്പോൾ ക്ഷേത്രത്തിലെ പൂജാരിയായിട്ടുള്ള സുജിത്ത് എന്ന് പറയുന്ന ചെറുപ്പക്കാരനെ ഇത്ര മൃഗീയമായി മർദ്ദിക്കുന്നത് അദ്ദേഹത്തിന്റെ കാലയളവിൽ കാണേണ്ടുന്ന സാഹചര്യം കേരളത്തിൽ ഉണ്ടായില്ലേ സാർ?